സജീവതയിലായിരിക്കും, മുൻപന്തിയിലായിരിക്കും, മുന്നോട്ടായിരിക്കും. അങ്ങനെ എണ്ണി 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 പറഞ്ഞത് കാണാം മഹാന്മാര്. സുന്നത്ത് നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്ന ആള് സുന്നത്ത് നോമ്പ് നോൽക്കാൻ പറ്റിയ ദിവസങ്ങളിലൊക്കെ ഫർള് നോമ്പുകൾ നോറ്റ് പരമാവധി അത് ഖളാ വീട്ടുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ സുന്നത്ത് നോമ്പുകളൊക്കെ, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാൻ എപ്പോഴും സജീവത കാണിക്കുന്ന ആള് ഫർള് നിസ്കാരങ്ങളൊക്കെ ആ സുന്നത്തുകളുടെ സ്ഥാനത്ത് ഫർള് നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് അതിൻ്റെ ബാധ്യതകൾ തീർക്കുക. സുന്നത്തായ സിയാറത്ത്, ഉംറ, മറ്റു പലതിലേക്കും പോകുന്നവർ സാമ്പത്തികമായിട്ട് വേറെ കുറെ നിർബന്ധ ബാധ്യതകളില്ലേ, അതൊക്കെ തീർക്കാൻ ശ്രമിക്കുക. അതാ വേണ്ടത്. സുന്നത്തായ ഉംറ, സുന്നത്തായ സിയാറത്തിനൊക്കെ പോകാൻ അതിലൊക്കെ സജീവാണ്. നാട്ടിലൊറ്റ മക്ബറയിലേക്ക് കഴിഞ്ഞ് കോയമ്പത്തൂർ ആൽമാണ്ടിൽ, അങ്ങോട്ട് ആൽമാണ്ടിൽ, ഇങ്ങോട്ട് ആൽമാണ്ടിൽ, ഏർവാടയിൽ, മുത്തുപ്പേട്ട, നാഗൂർ, എന്തോ ആൽമാണ്ടില്ല, അവിടേക്കൊക്കെ പോകുന്ന ആ ചെലവ് ഇവിടെ കൊടുക്കാനുള്ള കുറെ കടമുണ്ട്, കുറെ വാക്കുണ്ട്, കുറെ വാഗ്ദാനമുണ്ട്, കുറെ നേർച്ചുണ്ട്, കുറെ സംഗതികളുണ്ട്, അതിലേക്ക് കൊടുക്കുക. അതൊക്കെ കൊടുത്ത് തീർത്തിട്ട് ഇനി ആർക്കും കൊടുക്കാല്ല, എന്നാ പിന്നെ പോവുക. അങ്ങനെ വേണ്ടത്. നിർബന്ധങ്ങളിലേക്ക്, നിർബന്ധ ബാധ്യതകൾ പരിഗണിക്കാതെ സുന്നത്തുകളിലേക്ക് താല്പര്യം കൂട്ടുക എന്നുള്ളത് മനുഷ്യൻ അവന്റെ ഹവയോട് പിൻപറ്റുന്നതിന്റെ അടയാളമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചത് കാണാം. അതിനെ വിശദമാക്കി മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഹലാക്കുന്നാസി ഫീ ഹിർഫത്തൈൻ, രണ്ട് തൊഴിലിലാണ് ജനങ്ങൾക്ക് മൊത്തം നാശം വരുന്നത്. ഇസ്തിഗാലും ബിനാഫില വതളീഉ ഫരീള, സുന്നത്തുകളെ കൊണ്ട് ഏർപ്പെടുക, നിർബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുക. അങ്ങനെ ഉണ്ടാകരുത്. നിർബന്ധങ്ങളൊക്കെ തീർക്കണം. അതാണ് മുഖ്യമായും പരിഗണിക്കേണ്ടത്. മുഖ്യമായും പരിഗണിക്കേണ്ടത് എങ്ങനെയാണ്? പുറത്തുള്ള ആളുകളെ എല്ലാവരെയും, പുറത്തുള്ള ആളുകൾക്ക് സഹായിക്കാനും അവർക്ക് സംരക്ഷണം കൊടുക്കാനും അവർക്കത് ഒത്താശ കൊടുക്കാനും മറ്റൊക്കെ ഇയാൾ റെഡിയാണ്, ഉഷാറാണ്. സ്വന്തം ബാപ്പാനെയും ഉമ്മാനെയും സ്വന്തം ഭാര്യനെയും സ്വന്തം പെങ്ങന്മാരെയും ജേഷ്ഠാഞ്ചന്മാരെയും നോക്കുന്നതിനോ സഹായിക്കുന്നതിനോ ഒരു താല്പര്യവുമില്ല. അവർക്ക് കൊടുക്കുന്നതിനോ ഒരു നോട്ടവുമില്ല. ഒന്നും തന്നെ കൊടുക്കൂല. അതിന് അയാളെ വക ഒരു വർത്തമാനം കൂടിയുണ്ട്. നമ്മൾ എന്തോ കൊടുത്താലും നന്ദി ഉണ്ടാകൂല. പുറത്തേക്കാർക്ക് എന്തെങ്കിലും കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ ഒരു നന്ദിയോ ദ്വാക്കെ ഉണ്ടാകും. അപ്പൊ ഇയാൾ കൊടുക്കുന്നതിന് നന്ദി വാക്ക് കിട്ടാനും ദ്വാ കിട്ടാനൊക്കെ ഉദ്ദേശിച്ചാണ്. ആഖിറം പ്രതീക്ഷിച്ചിട്ടോ ബാധ്യത നിർവഹിക്കണമെന്നോ ഉദ്ദേശിച്ചിട്ടല്ല. സ്വന്തം ബാപ്പയും ഉമ്മയും സൂക്കേടിലായി കഴിയുമ്പോ തിരിഞ്ഞു നോക്കാത്ത ആള് മറ്റുള്ള ആളുകളുടെ അസുഖം മാറ്റാനും അവർക്ക് പിരിവ് കൊടുക്കാനൊക്കെ സജീവമാകുന്നത് അയാൾ സുന്നത്തിലേക്ക് മുൻതൂക്കമാണ്. നിർബന്ധത്തിൽ വല്ലാതെ പറകിലാണ്. നിർബന്ധത്തെ ദുരുപയോഗപ്പെടുത്തരുത്. അതിനെ നന്നായി ശ്രദ്ധിക്കണം. അമലുകൾ ചെയ്യുന്ന സമയത്ത് അവയവങ്ങളെ കൊണ്ട് മാത്രം അമല് ചെയ്താൽ പോരാ, ഖൽബ് ആ അമലിനോട് യോജിച്ചു വരണം. രണ്ടാമത്തെ നഷ്ടം അതാണ്. അമലും ബിൽ ജവാരിഹി ബിലാ മുവാതഅത്തിൽ ഖൽബി അലൈഹി, മനസ്സ് യോജിക്കാതെ അവയവങ്ങളുടെ പ്രവർത്തനം. മനസ്സിലാണ്ടോ? മനസ്സിന് ആ പ്രവർത്തനത്തിനോട് മനസ്സിന് യോജിപ്പില്ല. മനസ്സെവിടെയാണ്? മനസ്സ് മൂപ്പരെ മെസ്സേജിലും മൂപ്പരതിലുമാണ്. മൂപ്പരെ നാവ് എവിടെയാണ്? മൂപ്പരെ നാവ് ഹദ്ദാദിലാണ്. മൂപ്പരെ നാവ് ഹദ്ദാദിലാണ്, ഖുർആനോത്തിലാണ്, പലതിലുമാണ്. മൂപ്പരെ ഖൽബ് എവിടെയുള്ളത്? ഖൽബ് വേറെ സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഖുർആൻ ഓതുമ്പോൾ ദിക്ർ ചൊല്ലുമ്പോഴൊക്കെ വേറെ പണിയിലേക്കൊന്നും ശുഗലാതെ ചൊല്ലണമെന്ന് മഹാന്മാർ അദബ് പഠിപ്പിച്ചത്. കൈ കൊണ്ടോ കാലുകൊണ്ടോ ഒരു പണിയും ഒരു കളിയും ഉണ്ടാകരുത് ഖുർആൻ ഓതുമ്പോൾ എന്നുള്ള അദബാണ്. അയാൾ ഖുർആൻ അങ്ങനെ ഓതുന്നു, ഖുർആൻ അങ്ങനെ ഓതുകയാണ്. കുറച്ച് കാണാതെ അറിയാം, അപ്പോൾ കാണാതെ കണ്ടിട്ട് കൂടി ഓതുകയാണ്. മൂപ്പരെ കയ്യിലാണെങ്കിലും വല്ലാതെ തിരക്കുള്ള ആളാണ്. ഇവർക്ക് ദുന്യാവിൽ ഒരു മിനിറ്റ് ഒഴിവില്ല. അപ്പോൾ കയ്യിലിങ്ങനെ നമ്പർ തെക്കിയത് മെസ്സേജ് ഇങ്ങനെ ഏകദേശം ആലിമ്രാൻ്റെ ഒരു പേജ് ഓതിക്കഴിഞ്ഞു, ഇനി അടുത്ത പേജ് ഓതാണ്, അപ്പോൾ അടുത്ത മെസ്സേജ് ഇങ്ങനെ. അപ്പം അവയവങ്ങൾ മുഴുവനും ഇവിടെ വേറൊരു പ്രവർത്തനം. ഖൽബ് വേറൊന്നിലേക്ക്. ഖൽബ് ആ പ്രവർത്തനത്തിനോട് ടച്ച് വേണം. അതുകൊണ്ടാണ് ദിക്റിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ദിക്ർ ലിസാനും ഖൽബും രണ്ടും യോജിച്ച ദിക്റാണ്. ഖൽബ് മാത്രം അറിഞ്ഞിട്ടുള്ളൊരു ദിക്റുണ്ട്, നഫ്സിയായ ദിക്ർ, ഖൽബിയായ ദിക്ർ. അതല്ല അഫ്ളല്. ലിസാന് മാത്രം, നാവ് മാത്രം അറിഞ്ഞുള്ള ദിക്റുണ്ട്, അതുമല്ല അഫ്ളല്. ഖൽബും ലിസാനും രണ്ടും ടച്ച് ചെയ്തിട്ടുള്ള ദിക്ർ, അതാണ് അഫ്ളൽ.
അതിനാണ് ശ്രമിക്കേണ്ടത്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മുടെ ഈ സദസ്സ് അള്ളാഹു നന്നാക്കി തരട്ടെ. ഇജാബത്തുള്ള സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും നീട്ടി 2 വരി മദ്ഹ് ചൊല്ലി ഇൻഷാ അള്ളാഹ് ദുആ ചെയ്ത് അവസാനിപ്പിക്കും. നീട്ടിക്കൊണ്ടുപോകുന്നില്ല. കറക്റ്റ് ടൈം തുടങ്ങി നമ്മൾ കറക്റ്റ് തന്നെ അവസാനിപ്പിക്കും. നാളെ നമ്മുടെ സമാപന മജ്‌ലിസാണ് അല്ലേ?